ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്ന് അനോമലി ടെസ്റ്റിനെ കുറിച്ച്, അനോമലി സ്കാനിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു പ്രഗ്നൻസി റിലേറ്റഡ് എൻ്റെ ഒരു 5 month എക്സ്പീരിയൻസ് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 week കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അനോമലി ടെസ്റ്റാണ്. 5 month സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 1 weekൽ അനോമലി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ അനോമലി ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 week ആയി. ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ നോർമലാണ്. ബേബിയൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ പേർക്ക് എനിക്കറിയില്ലായിരുന്നു അനോമലി ടെസ്റ്റ്. ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആകുന്നവരെ അങ്ങനെ ഒരു ടെസ്റ്റിനെ കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താണ് അനോമലി ടെസ്റ്റ്, എന്തിനാണ് അത് ചെയ്യുന്നത്, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്താണ് പ്രശ്നം, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തൊരു കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്താണ് അനോമലി ടെസ്റ്റ് എന്നൊക്കെയുള്ള കാര്യം മനസ്സിലായത്. അപ്പം നമുക്ക് പ്രഗ്നൻസിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് അനോമലി ടെസ്റ്റ് എന്ന് പറയുന്നത്. 5 month സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞത്, അതായത് 90 to 22 weeksനിടയിൽ ആണ് ഈ അനോമലി ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ബേബിയുടെ ഫിസിക്കൽ ഗ്രോത്ത് ഒക്കെ ഏകദേശം മെച്ചർ പൊസിഷനിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് ബേബിക്ക് എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അനോമലി ടെസ്റ്റ് എന്ന്. ഇതിന് മുമ്പായിട്ട് ഒരു 3rd month കഴിയുമ്പോൾ ചെയ്യുന്നൊരു ടെസ്റ്റ് ഉണ്ട്. അത് ND സ്കാൻ പ്ലസ് ഡബിൾ മാർക്ക് ടെസ്റ്റ് എന്ന് പറയും. അത് ബേബിയുടെ ജനറ്റിക്കലായിട്ട് എന്തെങ്കിലും ക്രോമസോം സംബന്ധമായ എന്തെങ്കിലും വൈകല്യങ്ങളോ മറ്റോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇതാണെങ്കിൽ 5 month ചെയ്യുന്ന അനോമലി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേബിക്ക് ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്, അതായത് പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. മറ്റേതാണെന്നുണ്ടെങ്കിൽ ക്രോമസോം ജനറ്റിക്കലി പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ, ഇത് പുറത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് നമ്മുടെ 5 month അനോമലി സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കാനിൽ ബേബിയുടെ എല്ലാ പാർട്സും, ബോഡി പാർട്സ് ഫുള്ള് അവർ അനലൈസ് ചെയ്യും. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം ഇനിയും ബേബി ഒരുപാട് വളരാനുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസിനോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊന്നും അനോമലി ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഫിസിക്കലി ഒരു 95% അല്ലെങ്കിൽ 90% എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അനോമലി ടെസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫുള്ള് ലെഗ് തൊട്ട്, ലെഗല്ല, കാലിൻ്റെ വിരൽ തൊട്ട് തല വരെ ഫുള്ള് അവർ സ്കാൻ ചെയ്യും. ഓരോ പാർട്സും സെപ്പറേറ്റ് എടുത്ത് നോക്കി ചെയ്യുന്ന സമയത്ത് നമുക്കും കാണിച്ചു തരും കേട്ടോ. ഓരോ ബേബിയുടെ ബോഡി പാർട്സ് എല്ലാം നമുക്കിങ്ങനെ പറഞ്ഞ് കാണിച്ചു തരും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരതിൽ അനലൈസ് ചെയ്യും. അതിൽ അങ്ങനെയാണ് റിപ്പോർട്ട് ഫോം ചെയ്യുന്നത്. എൻ്റെ റിപ്പോർട്ട്സിലെ കാര്യങ്ങൾ എല്ലാം വളരെ നോർമലായിരുന്നു. ബേബിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അനോമലി ടെസ്റ്റ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് എത്രയും ഏർലിയിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. അപ്പം മരുന്നോ കാര്യങ്ങളോ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ബേബി ഉണ്ടാകുന്ന സമയത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അനോമലി ടെസ്റ്റ് ഭയങ്കര മാൻഡേറ്ററി ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നൊരു ടെസ്റ്റാണ്. അപ്പോൾ അതാണ് അനോമലി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കാൻ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ബേബിയുടെ മൂവ്മെൻറ്റ്സും ഒക്കെ നല്ലോണം അറിയാൻ പറ്റുന്നത്. കാരണം ഇതിന് മുമ്പുള്ള സ്കാൻ എന്ന് പറയുമ്പോൾ ബേബി ഒന്നും അത്രയും മൂവ് ചെയ്യാനൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല, വട്ടത്ത് തന്നെ കിടക്കായിരിക്കും. പക്ഷെ അനോമലി ചെയ്യുന്ന സമയത്തേക്ക് 5 month ഒക്കെ ആകുമ്പോഴത്തേക്കിന് അത്യാവശ്യം ബേബിക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റ്സ് ഒക്കെ തുടങ്ങും. അപ്പം എന്താണ് നല്ല രീതിയിൽ ഈ സമയത്ത് വേണ്ട മൂവ്മെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റ്, അതുപോലെ ഇൻറ്റേർണൽ ഓർഗൻസ്, കിഡ്നി, ഹാർട്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ലങ്സ്, അതൊക്കെ പ്രോപ്പറാണോ അതൊക്കെ ഈ സ്കാൻ വഴി അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിൽ അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വേറെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തൊക്കെ ടോപ്പിക്സാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് തന്നെ പറയണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.